യൂട്യൂബ് പ്രേക്ഷകർക്ക് നമസ്കാരം. ലോക്സഭയിൽ ഭരണഘടന ചർച്ചയ്ക്ക് തുടക്കമിട്ട കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും കന്നി പ്രസംഗത്തിൽ തന്നെ പ്രിയങ്ക തുല്യ നാണയത്തിൽ മറുപടി നൽകി. പ്രജകളുടെ സ്ഥിതി അറിയാൻ വേഷം മാറി നടന്ന രാജാവിൻ്റെ കഥ കുട്ടിക്കാലത്ത് കേട്ടത് പറഞ്ഞ പ്രിയങ്ക ഇന്നത്തെ രാജാവും വേഷം മാറുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ രാജാവിന് ജനങ്ങൾക്കിടയിലേക്ക് പോകാനോ അവരെക്കുറിച്ച് ചിന്തിക്കാനോ ധൈര്യമില്ലെന്ന് പറഞ്ഞ അവർ സഭയെ ചിരിപ്പിച്ചു. പ്രതിപക്ഷത്ത് നിന്ന് ആരെങ്കിലും ഭരണപക്ഷത്തേക്ക് പോയാൽ എല്ലാം കഴുകിക്കളയുന്ന വാഷിംഗ് മെഷീൻ അവരുടെ കയ്യിലുള്ള കാര്യം ജനങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. സഭാംഗങ്ങൾ ഉറക്കെ ചിരിച്ചാണ് അതിനെ വരവേറ്റത്. പ്രതിപക്ഷത്തെ അഴുക്ക് ഭരണപക്ഷത്തിന് ശുദ്ധമാണ്. അപ്പുറത്തേക്ക് പോയ പല കൂട്ടുകാരെയും BJPയുടെ വാഷിംഗ് മെഷീനിലിട്ട ശേഷം പ്രിയങ്ക കണ്ടിട്ടില്ലെന്ന് പ്രിയങ്ക പരിഹസിച്ചു. പ്രിയങ്ക വാദ്രയുടെ പേര് സ്പീക്കർ വിളിച്ചത് തൊട്ട് നിശബ്ദമായിരുന്നു സഭ. പ്രസംഗം തീരുന്നതുവരെ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. ഒരു വേള പ്രസംഗം തടസ്സപ്പെടുത്താൻ മുൻ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് ഠാക്കൂർ എഴുന്നേറ്റ് നിന്ന് ഒച്ചവെച്ചു. സ്വിച്ചിട്ട് പോലെ പ്രതിപക്ഷം എഴുന്നേറ്റതോടെ രാജ്നാഥ് ഇടപെട്ടു. ഠാക്കൂറിനെ ഇരുത്തിക്കളഞ്ഞു. ഈ രാജ്യം ഭയത്തോടെയല്ല ധൈര്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പ്രിയങ്ക ഓർമ്മിപ്പിച്ചു. പേടിപ്പിച്ച് ഇനി പേടിപ്പിക്കാൻ കയ്യിൽ ഒന്നുമില്ലെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. ഭയമില്ലാതാകുന്നതോടെ കൈവരിക്കുന്ന ശക്തിക്ക് മുന്നിൽ ഒരു ഭീരുവിനും നിൽക്കാനാവില്ല. ഈ രാജ്യം ഭീരുക്കളുടെ കയ്യിൽ അധികകാലം നിൽക്കില്ല. ഈ രാജ്യം എഴുന്നേറ്റ് നിന്ന് പോരാടും, സത്യം തിരഞ്ഞെടുക്കും, സത്യമേ ജയിക്കൂ. പ്രിയങ്ക പ്രസംഗം ഉപസംഹരിച്ചു.